ഹലോ ഫ്രണ്ട്സ്, ടെക് ജോഗ്രഫി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാംസങ് ഗാലക്സി A10 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓഫറിംഗ് ആയ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സാംസങ് ഗാലക്സി A10 ബോക്സ് വരുന്നത്. അപ്പോൾ സൈഡിലേക്ക് ഗാലക്സി A10 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് സീല് പൊട്ടിച്ചിട്ടുള്ള ഡിവൈസസ് ഒരിക്കലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കരുത്. സീല് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ യൂസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഡിവൈസസ് വാങ്ങിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സിം കാർഡ് ഉള്ളി എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ ലോക്ക് ഈ സ്മാർട്ട് ഫോണിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ സിം കാർഡ് ഒരിക്കൽ ഒരു 5 മിനിറ്റ് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റ് രാജ്യങ്ങളിലെ സിം കാർഡ് നിങ്ങൾ യൂസ് ചെയ്യാവൂ. അതാണ് ഈ ഇന്ത്യൻ സിം കാർഡ് ഉള്ളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇത് ഒരു 6.2 ഇഞ്ച് വലിപ്പമുള്ള ഒരു HD+ സ്ക്രീനാണ് ഇതിൽ സാംസങ് നൽകിയിരിക്കുന്നത്. ഒരു ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഇതിനെ പറയുന്നത്. അതായത് ഇതിൻ്റെ നോച്ച് ഒരു ഏകദേശം V ഷേപ്പിലാണ് വരുന്നത്, അത്രയേ ഉള്ളൂ. 2GB 32GB വേരിയൻ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 512GB എക്സ്പാൻഡബിലിറ്റി ഉണ്ട്. Exynos 7884 Octa-Core ചിപ്സെറ്റാണ് ഇതിനെ പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ GPU എന്ന് പറയുന്നത് മാലി G71 MB2 ചിപ്സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വില ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് 9600 രൂപയെന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. നമുക്ക് ഓൺലൈൻ സ്റ്റോറിലായാലും ഓഫ്ലൈനിലായാലും ഏകദേശം 8490 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമായിരിക്കും, ഒരു ബോക്സ്. ഈ ബോക്സിനകത്ത് നമ്മുടെ ലീഫ്ലെറ്റുകളാണുള്ളത്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ഈ റാപ്പറിനെ നമുക്ക് അങ്ങ് ഇളക്കി കളയാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്, പക്ഷേ കാണുമ്പോൾ മെറ്റലാണെന്ന് തോന്നും. വളരെ ഗ്ലോസി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റൊക്കെ പെട്ടെന്ന് സ്മജ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കേസ് ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഒരു കേസ് വാങ്ങിക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പീസ് കൂട്ടും. ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. അപ്പോൾ മുകളിൽ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണിത്. വലതുവശത്തോട്ട് പോകുമ്പോൾ വോളിയം റോക്കേഴ്സാണ്, അപ്പ് ആൻഡ് ഡൗൺ പവർ ലോക്ക്. പിന്നെ താഴെ വരുമ്പോൾ പ്രൈമറി മൈക്രോഫോൺ, USB കേബിൾ, മൈക്രോ USB പോർട്ട്, പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ജാക്ക്. പിന്നെ ഇടതുവശത്താണ് സിം കാർഡ് ട്രേ വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ പുറകിലോട്ട് വരുമ്പോൾ ഒരു 13 MP f1.9 അപ്പേർച്ചർ റേറ്റിലുള്ള ഒരു ക്യാമറ നമുക്ക് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് LED ഫ്ലാഷ് കാണാം, സാംസങ് ബ്രാൻഡിങ്. പിന്നെ പുറകിലാണ് ഇതിൻ്റെ സ്പീക്കറും വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു നോർമൽ ചാർജറാണുള്ളത്. 5V at 1 amp ഉള്ള ഒരു നോർമൽ ചാർജർ. A30ലും A50ലും വരുന്നത് ഒരു ഫാസ്റ്റ് ചാർജറാണ്, 15V ഫാസ്റ്റ് ചാർജറാണ്. ഇതൊരു മൈക്രോ USB കേബിളാണ്. പിന്നെ വരുന്നത് സിം ഇജക്ടർ പിന്നാണ്. അപ്പോൾ നമുക്ക് സിം ഇജക്ടർ പിൻ യൂസ് ചെയ്തുകൊണ്ട് ഈ സിം ട്രേ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇതൊരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് നമുക്ക്, അതായത് 2 സിമ്മും ഒരു മൈക്രോ SD കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 512GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫോണ് ഫുള്ളി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ പുതിയ One UI.
സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് 9 പൈ ബേസ് ചെയ്തിട്ടുള്ള 1 UI ആണ് സാംസങ് നമ്മുടെ ഗാലക്സി A10 നൽകിയിരിക്കുന്നത്. 1 UIയുടെ എല്ലാ പ്രത്യേകതകളും നമ്മുടെ ഈ ഒരു സാംസങ് ഈ ഒരു ഡിവൈസിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് വളരെ പ്രത്യേകത. സെൻസേഴ്സ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഉള്ള സെൻസേഴ്സ് എല്ലാം സാംസങ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും സമയം ഏകദേശം അരമണിക്കൂറായി ഞാനിത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സമയം വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു UIയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഷട്ടർ സ്പീഡാണ് എനിക്ക് കിട്ടുന്നത്. കണ്ടോ, വളരെ ഫാസ്റ്ററായിട്ടുള്ള, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി ആ സമയം തന്നെ ഫോട്ടോ വരുന്നുണ്ട്. ഇത് കണ്ടോ. അതുമാത്രമല്ല, ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായിട്ട് പോലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റിക്ക് ഒരു കുറവില്ലെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ, പക്ഷേ എനിക്ക് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒറ്റ ഡിവൈസും, ഈ 10,000 രൂപയ്ക്ക് താഴെയുള്ള ഒറ്റ ഡിവൈസും ഇത്ര ഫ്ലൂയിഡായിട്ട് ഇത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് J4 ആയിക്കോട്ടെ, J4+ ആയിക്കോട്ടെ, ഏത് തന്നെ ആയിക്കോട്ടെ, ഈവൻ J7 പ്രൈം പോലും ഇത്രയും ഫ്ലൂയിഡായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇത് ഓണായി ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും വളരെ ഫ്ലൂയിഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സാംസങ് പേ മിനി സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സെറ്റിങ്സിലോട്ട് പോവുകയാണെങ്കിൽ എബൌട്ട് ഫോൺ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള 1 UI ആണ് സാംസങ് ഗാലക്സി A10 നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇതൊരു 32GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ സ്റ്റോറേജ് നോക്കുമ്പോൾ ഏകദേശം 9.2 GB സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഏകദേശം 22.8 GB നമുക്ക് യൂസറിന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. എനിക്ക് വളരെ അതിശയം തോന്നുന്നു. ഞാൻ 1-2 ഡിവൈസസ് പുതിയത് സാംസങ്ങിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനെ ഇത്രയ്ക്ക് ഫ്ലൂയിഡിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം ഓർക്കണം, ഇത് 2GB RAM വേരിയൻ്റ് ആണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ കൂടെ ഒന്ന് നോക്കാം ഫ്രണ്ട്സ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് പറയുന്നത് 5 MP ഒരു ക്യാമറയാണ്. ഈ ഫ്ലാഷ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി മോഡ് പോലെ ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വൈറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന അത്രയും ഒരു സംഗതിയാണിത്. പിന്നെ വീഡിയോ ആണെങ്കിൽ നമുക്ക് 1080p വരെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലും അതോടൊപ്പം റിയർ ഫേസിങ് ക്യാമറയിലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിലൊരു വൈഡ് ആംഗിൾ ക്യാമറയൊന്നുമില്ല, ജസ്റ്റ് ഒരു 2x സൂമ് നമുക്ക് നൽകുന്നുണ്ട്. ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഇതിൻ്റെ ഒരു ഫാസ്റ്റ്നെസ് ആണ്, ഫ്ലൂയിഡിറ്റിയാണ്. ഇത്ര ദിവസത്തേക്കാണെന്നറിയില്ല, എന്തായാലും നോക്കാം. ഞാൻ ഹെവി ആയിട്ടുള്ള ഗെയിംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.